ഭ്രാന്തന്മാരായ ബുദ്ധിജീവികളെ നമുക്ക് പരിചയപ്പെടാം. നോക്കൂ നിങ്ങൾ, അധികാരസ്ഥന്മാരോട് മുഖത്തു നോക്കിയിട്ട് സുന്ദരമായി സംസാരിച്ച, ഏറ്റവും ബുദ്ധിപൂർവകമായി മാത്രം സംസാരിച്ച, സംസാരത്തിന്റെ ഒരു മൊഴിയിലോ ഒരു ചെറിയ വാക്കിലോ പതിരില്ലാത്ത പൊടിയില്ലാതെ സംസാരിച്ച വലിയ ബുദ്ധിമാനിയായിരുന്നു സഅദൂനുൽ മജ്നൂൻ. പേരെന്തെങ്കിലും സഅദൂനുൽ മജ്നൂൻ. സഈദ് എന്ന പേര് ഓമൽ പേരിട്ടതാ ബാപ്പ സഅദൂൻ. പിന്നെ ആളെ തിരിയണമെങ്കിൽ മജ്നൂൻ എന്ന് കൂട്ടണം. ഭ്രാന്തൻ സഅദൂൻ, ഭ്രാന്തൻ സഅദൂൻ. എത്ര സുന്ദരൻ! സുന്ദരമായ കഥകൾ, അദ്ദേഹത്തിന്റെ ബുദ്ധിപൂർവകമായ വാക്യങ്ങളുടെയും തത്വജ്ഞാനങ്ങളുടെയും കഥകൾ കിതാബുകളിൽ എമ്പാടുമുണ്ട്. സമയം നീളും, ഞാൻ അവിടേക്ക് കടക്കുന്നില്ല. ഒരു ചെറിയ സംഭവം വിവരിക്കാം. ഹാറൂൻ റഷീദ് തങ്ങളുടെ ഭരണകാലത്താണ് ഇദ്ദേഹം ജീവിക്കുന്നത്. ഖലീഫ മുതവക്കിൽ, ഖലീഫ വാസിഖ്, ഖലീഫ ഹാറൂൻ റഷീദ് ഇവരുടെ ഒക്കെ കാലത്ത് ജീവിച്ച മഹാൻ സഅദൂനുൽ മജ്നൂൻ. ഖലീഫ ഹാറൂൻ റഷീദ് എന്ന അഷ്റഫുൽ ഖൽഖ് സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ പേരക്കുട്ടികളിൽപ്പെട്ട തങ്ങള് അബ്ബാസ് റളിയല്ലാഹു അൻഹുവിന്റെ മക്കൾ പരമ്പരയിൽപ്പെട്ട നബി കുടുംബത്തിൽപ്പെട്ട ഒരു വലിയ മഹാൻ ഭരണാധികാരിയാണ്. ഭരണ ചാപ്പല്യങ്ങളും ഭരണപരമായിട്ടുള്ള ദൗർബല്യങ്ങളും ഒക്കെ ഉണ്ടായെങ്കിലും നല്ല ഭക്തനായ ആഖിറത്തെ പേടിയുള്ള നല്ലൊരു മനുഷ്യനായിരുന്നു. അതുകൊണ്ടാ തങ്ങൾ അറിഞ്ഞിട്ട് ബേജാറുണ്ട്. ഹാറൂൻ റഷീദ് തങ്ങൾ. ഹാറൂൻ റഷീദ് എന്ന് പറയുമ്പോഴേക്ക് നമ്മൾ ചരിത്രം വായിക്കുന്ന ആൾക്കാർക്ക് ചരിത്രത്തിൽ ഖലീഫ ആർഭാടപൂർവ്വം ജീവിച്ചൊരു ഖലീഫ എന്നേ പഠിച്ചിട്ടുണ്ടാവുള്ളൂ. ആർഭാടപൂർവ്വം ജീവിച്ചെങ്കിലും അത് ഭരണത്തിന്റെ ഒരു നില. ഞമ്മക്കൊക്കെ ഒന്ന് കിട്ടിയോക്കണം. അവരല്ല, ഹാറൂൻ റഷീദിനൊക്കെ കിട്ടിയ ഈ അധികാരവും ദുന്യാവും ഞമ്മക്കൊന്ന് കിട്ടണം. ഭരണാധികാരി എന്ന നിലയ്ക്ക് കേവലം ഒരു നാടല്ലല്ലത്, ലോകത്തെ മുഴുവൻ മുസ്ലിമീങ്ങളുടെ അധികാരിയല്ലേ. ലോകത്തെ മുഴുവൻ മുസ്ലിമീങ്ങളുടെ സക്കാത്തടക്കമുള്ള മുഴുവൻ ഫണ്ടുകളുടെയും കർത്താവല്ലേ. അതിലൊരു വലിയ വിഭാഗത്തെ സ്വന്തം ഇഷ്ടപ്രകാരം ചെലവഴിക്കാൻ ഇസ്ലാം ശരീഅത്ത് അധികാരം നൽകിയിട്ടുള്ള രാജാവല്ലേ, ഭരണകർത്താവല്ലേ. പിന്നെന്താ, സമ്മാനം കൊടുക്കും, ഊപ്പ് കൊടുക്കും, ഇതൊക്കെ നടക്കും. കുറച്ചൊക്കെ ദർബാറോടക്കടിച്ചിട്ടുണ്ടാവും. എന്നാലും ഭക്തനാണ് സഅദൂനുൽ മജ്നൂൻ. ഹാറൂൻ റഷീദ് തങ്ങളും ഇദ്ദേഹവും തമ്മിൽ കണ്ടുമുട്ടുന്നത് ഹാറൂൻ റഷീദ് തങ്ങളുടെ ഏറ്റവും സുന്ദരമായ ഒരു തീർത്ഥയാത്രയിലാണ്, തീർത്ഥാടനത്തിൽ. ഇറാഖിൽ നിന്ന് നടന്നു മാത്രം മക്കയിലെത്തിയിട്ട് ഹജ്ജ് ചെയ്യണം എന്നൊരിക്കൽ ഹാറൂൻ റഷീദ് തങ്ങൾ തീരുമാനിച്ചു. ഖലീഫയാണോ നോക്കണം, അപ്പോഴാ ഭക്തി ചെയ്യാൻ മതി. എല്ലാവിധ സൗകര്യങ്ങളുമുള്ള, ഏതു സന്ദർഭത്തിലും അങ്ങോട്ടെത്താൻ കഴിയുന്ന, ബഗ്ദാദ് തലസ്ഥാനമാക്കി ലോക മുസ്ലിമീങ്ങളെ ഭരിച്ചുകൊണ്ടിരിക്കുന്ന, ലോക മുസ്ലിം എന്ന് പറഞ്ഞാൽ പ്രൗഢിയുള്ള മുസ്ലിമാണ്. പേർഷ്യയും റോമും സാമ്രാജ്യം മുഴുവൻ തകർന്ന് ഇസ്ലാമിന്റെ അധീനത്തിൽ വന്ന കാലമാണ്. ആ സാമ്രാജ്യത്വത്തിന്റെ അധിപനാണ്, വലിയ മുടിചൂടാ മന്നനാണ് ഹാറൂൻ റഷീദ്. ആ ഹാറൂൻ റഷീദ് ഇറാഖിൽ നിന്ന് നടന്ന് ഹജ്ജിന് വരെയാണ് മക്കത്തേക്ക്. അങ്ങനെ തീരുമാനിച്ചു. മക്കത്തേക്ക് വരുമ്പം പക്ഷേ ഹാറൂൻ റഷീദ് അല്ലേ നല്ല തോലിന്റെ പരവതാനി ഇറാഖ് മുതൽ മക്ക വരെ വിരിച്ചു കൊടുക്കുക. കാൽമ ഉള്ളുത്താതിരിക്കാന്, കാലുമൊന്നും പറ്റാതിരിക്കാൻ രാജാവല്ലേ, ഖലീഫയല്ലേ. സുന്ദരമായ പോരല് ആ വഴിയിലൂടെ സുന്ദരമായി പോന്നുകൊണ്ടിരിക്കുകയാണ്. പോരുന്നതിനിടയിൽ കാലല്ലേ, വഴി എത്ര സുന്ദരമായിട്ടുണ്ട്, മിനുസമാർന്ന വീതി അറിഞ്ഞിട്ടുണ്ട്. കാല് കുഴങ്ങൂലേ, കാലിനൊരു കണക്കില്ല. നടന്നാല് തുടക്കിങ്ങനെ ഒരു വേദന വരില്ലേ. ആ വേദന വല്ലാണ്ട് വന്നപ്പോ മയിൽക്കുറ്റി, നമ്മളെ നാട്ടിലൊക്കെ മയിൽക്കുറ്റി എന്നറിഞ്ഞിരുന്ന അന്നത്തെ മീൽ, ഇവിടുന്ന് ഇത്ര കൊണ്ട് ഇനി ദൂരം എന്നറിയിക്കാനുള്ള ഉയർന്ന സാധനം. ഇവിടുന്ന് ഇങ്ങോട്ട് മക്കത്തേക്ക് ഇത്ര ദൂരം എന്നറിയിക്കണ നമ്മളെ കിലോമീറ്ററിന്റെ കുറ്റി. പണ്ട് മയിൽക്കുറ്റി എന്നാണല്ലോ പറയാം. ആ മയിൽക്കുറ്റി അറബി മയിൽ കാണിച്ചിരുന്ന കുറ്റി. ഒരു കുറ്റിയിൽ ചാരി അതിന്റെ നേലും കൊണ്ട് മൂപ്പരിങ്ങനെ ലേശം നിന്നു. നിഴലും കിട്ടി, വെയിലിൽ നിന്ന് കാവലുമായി, ഒരൽപ്പം ചാരി ഇരിക്കലുമായി, കിട്ടിങ്ങനെ നിൽക്കാൻ. ഇതിനിടയിലാണ് സഅദൂനുൽ മജ്നൂൻ ബലങ്ങനെ മുന്നിക്കണ് വരുന്നത്. എന്നിട്ട് ചാടി ഭ്രാന്തൻ. ആളുകൾ മാറ്റാൻ തിരിഞ്ഞു. തന്നെ കാക്കുന്ന ആൾക്കാർ, കരിമ്പൂച്ചകൾ, തന്റെ പാറാവുകാർ, തന്റെ ബോഡി ഗാർഡ് ഇയാളെ മാറ്റാൻ വേണ്ടി ശ്രമിച്ചു. ഭ്രാന്തനല്ലേ, ഭ്രാന്തന്മാരൊക്കെ വഴിയിൽ നിന്ന് മാറ്റിയിട്ടല്ലേ വഴിയുണ്ടാക്കൂ. ഇതെങ്ങനെയോ ചാടി വീണതാ മൂപ്പര്. ചാടി മുന്നിക്കണ് വന്നു. മുന്നു വന്നിട്ട് പറയുന്ന എന്താ, ഹബിദ്ദുനിയാ തുവാതീക അലൈസൽ മൗതു യതീക ഫമാ തസ്നഉ ബിദ്ദുനിയാ വളില്ലുൽ മീരി യക്ഫീക ഹബിദ്ദുനിയാ തുവാതീക അലൈസൽ മൗതു യതീക ഫമാ തസ്നഉ ബിദ്ദുനിയാ വളില്ലുൽ മീരി യക്ഫീക. ദുന്യാവൊട്ടാകെ നിങ്ങൾക്ക് കിട്ടിയെന്ന് സംസാരിച്ചോ, വിചാരിച്ചോ? ശരി, ദുന്യാവ് മുഴുവനും നിങ്ങൾ പറയുന്നിടത്തേക്ക് ഒന്നിച്ച് സഹകരിച്ച് നിങ്ങൾക്കൊപ്പം വന്നു വിചാരിച്ചോ? എന്നാലും ഹാറൂൻ അലൈസൽ മൗതു യതീക, നിങ്ങൾ മരിക്കൂലേ, നിങ്ങൾ മരിക്കൂലേ ഹാറൂൻ? ഈ പരവതാനിയിലൂടെ മക്ക വരെ വിരിച്ചിട്ട് സുന്ദരമായി നടക്കാൻ നിങ്ങൾക്ക് ഇപ്പോൾ സൗകര്യമുണ്ട്.
പരിവാരമുണ്ട്, വാഹനവ്യൂഹമുണ്ട്, ബോഡി ഗാർഡുണ്ട്, സുന്ദരമായ ഭക്ഷണ പദാർത്ഥങ്ങൾ നിങ്ങൾക്കൊപ്പം ചുമന്നു കൊണ്ടുവരുന്നുണ്ട്. സൗകര്യം മുഴുക്ക ശരി. ദുന്യാവ് മുഴുക്ക നിങ്ങളോടൊപ്പം സഹകരിച്ചാലും ദുന്യാവ് തന്നെ നിങ്ങൾ പറയുന്നത് കേട്ട് മുന്നോട്ട് വന്നാലും നിങ്ങൾ മരിക്കൂലേ? മരിക്കുമെങ്കിൽ ഈ കിട്ടിയ ദുന്യാവ് കൊണ്ട് നിങ്ങൾ എന്ത് ചെയ്യും? ഇപ്പോഴാണെങ്കിലോ ഒരു മീൽക്കുറ്റിയുടെ തണലല്ലേ നിങ്ങൾക്ക് തണലേകുന്നത്. ഇപ്പൊ അതുപോലെ നിങ്ങൾക്ക് വെയിലിന്റെ താപമേറ്റ് സൂര്യതാപമേറ്റ് സഞ്ചരിച്ചിട്ട് കുഴങ്ങിയപ്പോ ഈ ഒരു മയിൽക്കുറ്റിന്റെ തണല് കിട്ടിയപ്പോ വല്ലാത്ത സന്തോഷല്ലേ? വല്ലാതെ കുഴമ്പുമ്പോ ഒരു ഗ്ലാസ് പച്ചവെള്ളം കിട്ടിയാൽ അത്ര വല്ല സന്തോഷം ദുന്യാവിലുണ്ടോ? ഈ സന്തോഷം അപ്പൊ ഹാറൂൻ റഷീദ് അനുഭവിക്കുന്നത്. നടന്ന് നടന്ന് കുഴങ്ങി ചാരാനൊരു സന്ദർഭം കിട്ടാതെ മണൽപ്പരപ്പല്ലേ, മണൽപ്പരപ്പിലൂടെ നടന്നൊരു മീൽക്കുറ്റിയുടെ തണലിലിരുന്ന് അതിൽ സന്തോഷിക്കുന്ന ഹാറൂനോട് പറയാ, ഇതുപോലെ ഹാറൂൻ, ഇതുകൊണ്ട് തന്നെ നിങ്ങൾ തണലനുഭവിക്കുന്നില്ലേ ഹാറൂൻ? ഇതുകൊണ്ട് തന്നെ നിങ്ങൾ കാലിന്റെ കുഴക്ക് മാറ്റുന്നില്ലേ ഹാറൂൻ? ഇത് മതിയല്ലോ നിങ്ങൾക്ക്. പിന്നെ നിങ്ങളുടെ ഈ ആർഭാടം മുഴുക്ക എന്തിനാ? ഇതുകൊണ്ടൊക്കെ നിങ്ങൾ എന്ത് ചെയ്യും? നിങ്ങളെ ദേഷ്യം വെക്കുന്ന നിങ്ങളുടെ ശത്രുക്കൾക്ക് വിട്ടുകൊടുത്തൂടെ ഈ ദുന്യാവിന്? ദുന്യാവിന്റെ നടന്നാൽ ആഖിറം അപകടത്തിലല്ലേ? ആ അപകടം നിങ്ങളുടെ ശത്രുക്കളായ ദേഷ്യകളായ എതിരാളികൾക്ക് നൽകിക്കൂടെ? നിങ്ങൾ സന്തോഷിച്ചൂടെ? കാലം നിങ്ങളെ ചിരിപ്പിച്ചതുപോലെ ഈ കാലം നിങ്ങളെ കരയിപ്പിക്കും ഹാറൂൻ. ഇന്ന് നിങ്ങൾ ആഹ്ലാദചിത്തനാണ്, ഇന്ന് നിങ്ങൾ സുന്ദരനാണ്, നിങ്ങൾ ആഘോഷത്തിലാണ്, ഈ പരിവാരം മുഴുക്ക നിങ്ങളുടെ ആചാര്യവർത്തികളാണ്, ഈ ലോകത്തെ മുസ്ലിമീങ്ങളൊക്കെ നിങ്ങളുടെ നിർദ്ദേശമനുസരിക്കുന്നവരാണ്. പക്ഷെ ഈ പ്രൗഢിയും സന്തോഷവും നിങ്ങൾക്ക് പകർന്നേറുന്ന ചിരി, നിങ്ങൾക്ക് സമ്മാനിക്കുന്ന ആഹ്ലാദം കാലം നിങ്ങളെ കരയിപ്പിക്കും. ഹാറൂൻ റഷീദ് ഈ വരികൾ കേട്ടു. ഒരൊറ്റ വീഴ്ച, അലമുറയിട്ടൊരൊറ്റ വീഴ്ച, ആ ബോധക്കേടിൽ കടന്നിട്ട് 3 നമസ്കാരത്തിന്റെ സമയം തനിക്ക് നഷ്ടപ്പെടുകയും ബോധക്കേട് തീരാതെ താൻ കിടക്കുകയും ചെയ്തു എന്നാ ചരിത്രം. ഹാറൂൻ റഷീദിന്റെ തീർത്ഥാടനത്തിന്റെ ഹജ്ജ് യാത്രയുടെ ചരിത്രത്തിൽ കാണാം. സൈദൂനുൽ മജ്നൂന്റെ ഒറ്റവാക്ക്, ആള് ഭ്രാന്തനാണ്, ആളുകൾ തള്ളിമാറ്റാൻ വേണ്ടി ശ്രമിച്ച ഭ്രാന്തൻ. പക്ഷെ ഈ ഭ്രാന്തൻ പറഞ്ഞ സംസാരത്തിൽ എവിടെയെങ്കിലും മോശമുണ്ടോ? ഇല്ല. അല്ലാഹു ഖുർആനിൽ പറഞ്ഞ മുഴുവൻ വേദങ്ങളുടെയും സാരാംശം എടുത്തു പറഞ്ഞതല്ലേ മഹാനബി പറഞ്ഞത്? അംറം യുനബ്ബഹു ബിമാ ഫീ സുഹഫി മൂസാ വഇബ്രാഹീം അല്ലദീ വഫാ അല്ലാ തസ്റു വാസിറത്തുൻ വിസ്റ ഉഖ്റാ വഅൻ ലൈസ ലിൽ ഇൻസാനി ഇല്ലാ മാ സആ വഅന്ന തുടങ്ങിയിട്ടുള്ള ആയത്തിൽ വഅന്നഹു ഹുവ വഹക വഅബ്കാ. മൂസാ നബിയുടെ ഏടുകളിൽ ഉണ്ടായിരുന്ന വിവരം നബിയെ തങ്ങൾക്കറിയിക്കപ്പെട്ടില്ലയോ? തങ്ങൾക്കിത് ലഭ്യമായില്ലയോ? സകല നിർദ്ദേശങ്ങളും സമ്പൂർണമായി വീടിയ അല്ലാഹുവിന്റെ ഇഷ്ടദാസൻ ഇബ്രാഹിം നബിയുടെ ഏറ്റിലുള്ള വിവരങ്ങൾ കിട്ടിയില്ലേ? ആ വിവരങ്ങളുടെ സാരാംശം അല്ല പറയുന്ന കൂട്ടത്തിൽ അള്ളാഹനെ പരിചയപ്പെടുത്തുന്നതാ ഖുർആൻ ഉദ്ധരിക്കുന്നത്. വഅന്നഹു ഹുവ മാത വാഹിയാ വഅന്നഹു ഹുവ ളുഹക വഅബ്കാ. നിങ്ങളെ ജീവിപ്പിക്കുന്നത് അവനാൻ, മരിപ്പിക്കുന്നവനും റബ്ബാൻ, ചിരിപ്പിക്കുന്നത് അള്ളയാൻ, കരയിപ്പിക്കുന്നതും അള്ളയാൻ. ആലോചിക്കണ്ടേ ചിരിക്കുന്ന ചെറുപ്പക്കാരാ? ജീവിതത്തിന്റെ മുഴുവൻ സമയവും ചിരിയാൻ, ഉറക്കത്തിൽ കിനാ കണ്ടാലും ചിരിയാൻ, അല്ലേ? കരച്ചില് നമുക്കില്ല. അള്ളാഹ് പറയുന്നത് അള്ളാന്റെ പടപ്പുകൾക്ക് ചിരിക്കാൻ അവസരം കമ്മിയാണ്. ആ കുറഞ്ഞ സമയത്ത് അവർ ചിരിക്കുക. കരയാനാണ് ധാരാളം സമയം, അപ്പൊ കരയാ. പക്ഷേ നമുക്കോ ഉല്ലാസവും ചിരിയുമല്ലാതെ സമയമില്ല. കാണുന്ന വിനോദത്തിലെല്ലാം ചിരി, അനുഭവിക്കുന്നതിനും ആസ്വദിക്കുന്നതിനുമെല്ലാം ചിരി, ഓർത്തോർത്ത് കാണുന്നത് മുഴുവൻ ചിരി, മുഴുവൻ ചിരി. ആ ചിരി അല്ലാഹു പറയുന്നു നിന്നെ ചിരിപ്പിക്കുന്നത് അല്ലാഹുവാൻ, ചിരിക്കുന്ന വാർത്ത നിനക്ക് നൽകുന്നത് അല്ലാഹുവാൻ. ആ കൗതുകമുണ്ടാകുമ്പോ ചിരി നിന്നിൽ അങ്കുരിപ്പിക്കുന്നത് അല്ലാഹുവാൻ. ചിരിക്കുമ്പോ നിന്റെ ചിരി സുന്ദരമായി വിടർത്തുന്നത് അല്ലാഹുവാൻ. ആ വിടർത്തലൊന്ന് നീട്ടിക്കൊട്ടിയാൽ, ചിരിക്കുമ്പോ വായ കോടിയാൽ കോഞ്ഞു പോകും. വായ
ഓടിപ്പോകും. അള്ളാഹു നമ്മെ കാത്തുരക്ഷിക്കുമാറാവട്ടെ. മതി മറന്നുകൂടാ. അള്ളാഹ് പറയുന്നത് കരയിപ്പിക്കുന്നത് അള്ളാഹുവാൻ. കരയുമ്പോ വാ തുറക്കണ്ടേ? തുറന്ന് കരയുന്ന ഒരാളുടെ വാ പിന്നെ പൂട്ടാൻ കഴിയാതെ ഒന്ന് കൂട്ടിയാൽ മതി, കഴിഞ്ഞു അയാളുടെ കഥ. കുഴച്ചിലുവാദം എന്നൊക്കെ പറഞ്ഞിട്ട് അങ്ങനെയല്ലേ വരിക? കുടിക്കുമ്പോ അങ്ങനെ വന്നു, ഒന്ന് ചിരിച്ചപ്പോ അങ്ങനെ തന്നെ നിന്നു, ഒന്ന് കരഞ്ഞപ്പോ അങ്ങനെ തന്നെ നിന്നു. ചിരി കൂടുക, വാദം പിടിക്കാന്നൊക്കെ പറഞ്ഞ അങ്ങനെയാ. ഇതാണ് അള്ളാഹു ഉണർത്തുന്നത്. ചിരി അള്ളാഹുവിൽ നിന്നാണ്, കരച്ചിൽ അള്ളാഹുവിൽ നിന്നാണ്. എവിടെ ചിരിക്കണം, എത്രത്തോളം ചിരിക്കണം, എവിടെ കരയണം, എത്രത്തോളം കരയണം, അള്ളാഹു പറയുന്നതിനനുസരിച്ച് വേണോ എന്നായി പറഞ്ഞതിന്റെ അർത്ഥം. അള്ളാഹു പറഞ്ഞതിനനുസരിച്ച് ചിരിക്കണം, അള്ളാഹു പറഞ്ഞതിനനുസരിച്ച് കരയണം. ഇത് ചിന്തിക്കേണ്ട മനുഷ്യനെ അതല്ലയോ സഅദുൽ മജ്നൂൻ ചിന്തിപ്പിക്കുന്നത്. കുറച്ചു ദൂരേക്ക് പോരുന്നു മഹാനായ ഹാറൂൻ റഷീദ് തങ്ങൾ. ആ യാത്രക്കിടയിൽ അതാ കാണുന്നു അതേ കാലത്ത് ജീവിച്ച മറ്റൊരു ഭ്രാന്തൻ ബുഹ്ലൂലുൽ മജ്നൂൻ. ഭ്രാന്തതൊക്കെ ജീവിച്ചു പോയവരാ, പേരിട്ട് നിങ്ങൾ അതിശയപ്പെട്ട ബുഹ്ലൂലുൽ മജ്നൂൻ. അന്നത്തെ കാലത്ത് ജീവിച്ച ഒരു മഹാൻ കൂഫ. ഇദ്ദേഹം ബസറയാണ്, സഅദൂൻ. ബസറ നഗരത്തിൽ ഒരു ഭ്രാന്തനെ കണ്ടിട്ട് ഞെട്ടി 3 നമസ്കാരത്തിന്റെ സമയങ്ങൾ സമ്പൂർണമായി നഷ്ടപ്പെട്ട് ബോധക്കേടിൽ കിടന്ന ഹാറൂൻ റഷീദ് യാത്രയിൽ തന്റെ ഈ തരം അതിശയങ്ങൾ കാണുക തന്നെയാണ് ഈ നടന്നുള്ള ഹജ്ജിലെ ലക്ഷ്യം. അതിനിടയിൽ കൂഫയിലെത്തിയപ്പോ അത് കാണുന്നു മറ്റൊരു ഭ്രാന്തൻ ബുഹ്ലൂലുൽ മജ്നൂൻ. പരിവാര സമേതം പോകുന്ന സൈന്യങ്ങൾ ബുഹ്ലൂലിനെ നോക്കുമ്പോ മണ്ണ് കളിച്ചുത്തിരിക്കുക. ബുഹ്ലൂൽ ആകെ ഒരു വലിയ മുളവടി ഉണ്ടാകും. ഈ മുളവടി വലിയൊരു മുള, ആ മുള നേരെ വെച്ചിട്ട് അയിമ അങ്ങോട്ടും ഇങ്ങോട്ടും ആറാടിയിട്ട് സർക്കസ് എടുക്കുന്നത് പോലെ കളിച്ച് മണ്ണിൽ കളിച്ച് മണ്ണ് വാരിയിട്ട് സംസാരിക്കുന്ന രീതിയാണ് ബുഹ്ലൂലുൽ മജ്നൂൻ. പക്ഷെ സംസാരിക്കുന്നത് മുഴുവൻ ആഖിറ, പരലോക, ദുന്യാവിന്റെ കാര്യമല്ല. ഇപ്പൊ ദുന്യാവ് മാത്രം ചിന്തിക്കുന്ന ആളുകൾക്ക് അർത്ഥം തിരിയില്ല. അവർ പറയും ഭ്രാന്തന, ആള് ഭ്രാന്തന. ഭക്ഷണമില്ല, വീടില്ല, കുടുംബമില്ല, ഉടുത്തതില്ല, ഔറത്ത് വെളിപ്പെട്ട് പോലും കാണുമ്പോ ബുഹ്ലൂൽ ഔറത്ത് മറച്ചോന്ന് വെച്ചുമ്പോ നീ മറച്ചോന്നാ മൂപ്പരിങ്ങോട്ട് ചോദിക്കാം. ബുദ്ധിജീവികൾ അങ്ങനല്ലേ? നമ്മൾ വലിയ തത്വജ്ഞാനികളെ പറയണില്ലേ, ചുറ്റത്ത് വലിയ പകല് ചൂട്ടും കത്തിച്ചിങ്ങനെ ആളെ തെരഞ്ഞു ഒരു മനുഷ്യനെ തരികയെന്നൊക്കെ പറയുന്നില്ലേ നമ്മള്? ഏതൻ നഗരത്തിലൂടാണെന്ന തത്വജ്ഞാനിയൊക്കെ നമ്മൾ വിളിക്കല്ലോ സാധാരണ. ഇതുപോലത്തെ ഭ്രാന്തനാണ് ബുഹ്ലൂലുൽ മജ്നൂൻ. ആള് മണ്ണിൽ കളിക്കുന്ന ഭ്രാന്തനെ കണ്ടപ്പോ പരിവാരങ്ങൾ വന്ന ആളെ മാറ്റി 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 വന്നപ്പോ മൂപ്പര് എഴുന്നേറ്റ് നിന്ന് തന്നെ ഹാറൂൻ റഷീദ് അല്ലേ മുന്നേക്കാം. ഹാറൂൻ റഷീദ് ആരും മിണ്ടൂല, അവരോടൊന്നും മിണ്ടുന്ന ഇദ്ദേഹം ഹാറൂൻ റഷീദ്. വലൗ അഖാമക അല്ലാഹു ബൈന യദൈഹി ഫസഅലക അനിൻ നഖീരി വൽ ഖിസ്മീരി വൽ ഫസീൽ. ഹാറൂൻ, നിങ്ങളെ അല്ലാഹു തആല പടച്ച തമ്പുരാൻ തന്റെ മുൻപിൽ നിർത്തിയിട്ട് പൊരിച്ചു നിർത്തി വിചാരണ ചെയ്യുമ്പോൾ ലഘുവായ കാര്യം ഈന്തപ്പനയുടെ കുരുവിന്റെ വിടവിലുള്ളതിനെ സംബന്ധിച്ചു വരെ, നിസ്സാര കാര്യം വരെ എന്നർത്ഥം, നിങ്ങൾ പിരിച്ച മുടിയിഴകൾ വരെ, ചെറിയ നാരുകൾ വരെ, ആ നാരുകളുടെ പിരിയിഴകൾ വരെ നിങ്ങളോട് ചോദിച്ചുകൊണ്ട് നിങ്ങളെ പിടിച്ചു നിർത്തി വിചാരണ ചെയ്യുന്ന രംഗം വരൂലേ ഹാറൂൻ? നിങ്ങളുടെ ഈ പരിവാരം അപ്പ നിങ്ങളെ സഹായിക്കാനുണ്ടാകുമോ ഹാറൂൻ? അന്ന് നിങ്ങൾ മറുപടി പറയുക എന്തായിരിക്കും ഹാറൂൻ? ഈ ചോദ്യം കേട്ടപ്പോഴേക്ക് ആകെ കണ്ണീര് വന്ന് മുട്ടിയിട്ട് കണ്ണ് നിറഞ്ഞിട്ട് ആകെ ചങ്കും കൊല്ലും പൂർത്തുപോയി ഹാറൂൻ റഷീദ്. അതാ ഭക്തൻ. നമ്മളോട് ഇങ്ങനെ പോടാ എന്റെ വനിജിന്നെ പഠിപ്പിക്കാനാന്നാ നമ്മൾ പറയാ. അവിടെയാണ് നമ്മൾ ഹാറൂൻ റഷീദിന്റെ ഭക്തി മനസ്സിലാക്കേണ്ടത്. ദുന്യാവ് മുഴുക്ക കയ്യിലെടുത്ത ഖലീഫ, ആ ഖലീഫയുടെ ഭക്തി കണ്ണുനീര് വീർപ്പുമുട്ടി, കണ്ണുനീരിൽ ചങ്കും കൊല്ലും വീർത്തു. ബുഹ്ലൂൽ പറഞ്ഞു, നീ നിന്റെ കൂട്ടക്കാരാണോ ഈ ദുന്യാവ് മുഴുക്ക നശിപ്പിച്ചത്? ഇവിടെ മുഴുവൻ ഫസാദാക്കി, ജനങ്ങളുടെ ജീവിതം മുഴുവൻ താറുമാറാക്കിയത് മുഴുവൻ നിങ്ങളാണ്. ഹാറൂൻ റഷീദിനോട് ആളുകൾ പറഞ്ഞു, മതി മതി. പരിചാരകന്മാർ പറഞ്ഞു, നിങ്ങൾ ഖലീഫയെ വല്ലാതെ വേദനിപ്പിച്ചിരിക്കുന്നു, നിർത്തൂ. ഹാറൂൻ റഷീദ് തങ്ങൾ പറഞ്ഞു, നിർത്തണ്ട, കുറെ കൂടി പറയട്ടെ. ഇത് കേൾക്കേണ്ടവനാണ് ഞാൻ, കേൾക്കാനാണ് ഞാൻ നടക്കുന്നത്. ഇത് കേൾക്കേണ്ടതുണ്ട് എനിക്ക്. എന്റെ കൊട്ടാരത്തിൽ വന്ന് ആരും എന്നോട് ഇത് പറയില്ല. എന്റെ കൊട്ടാരത്തിലെ പറാവുകാരെ ഭേദിച്ച് ആരും എന്നോട് ഉപദേശിക്കാൻ വരില്ല. ഞാൻ എന്റെ പ്രജകള്, എന്റെ അനുയായികളെ, എന്റെ കൂട്ടക്കാരായ മുസ്ലിമീങ്ങളിലെ ശക്തന്മാരെയും തത്വജ്ഞാനികളെയും വിദ്യന്മാരെയും ബുദ്ധിജീവികളെയും കാണാനിറങ്ങിയതാണ്. കാണട്ടെ, ഒരൽപ്പം കേൾക്കട്ടെ. അദ്ദേഹം സംസാരിച്ചുകൊണ്ടിരിക്കുകയാണ്. വീണ്ടും ചോദിക്കുന്നത് കുളിച്ചു നിർത്തിയുള്ള വിചാരണയാണ്. ഹാറൂൻ റഷീദ് വിഷയം മാറ്റി നോക്കി. ഇന്നി ഉരീദു അൻ നസിലക ബിസ്വില, ഒരു വലിയ സമ്മാനം നൽകണമെന്ന് ഞാൻ വിചാരിക്കുന്നു. ഹാറൂൻ റഷീദ് തങ്ങൾ പറഞ്ഞു, നിന്റെ സമ്മാനം
അന്യന്റേത് അവകാശമില്ലാതെ ഭരണാധികാരി എന്ന നിലക്ക് അക്രമമായി പിടിച്ചെടുത്തതല്ലേ ഈ സമ്മാനം? അത് അവകാശികൾക്ക് നൽകണോ? എനിക്ക് നിന്റെ സമ്മാനം വേണ്ട. എങ്കിലും വല്ല ആവശ്യവും കാണൂലേ? ഹാജ വല്ല ആവശ്യവും കാണൂലേ? ഹാജ വല്ല ആവശ്യവും കാണൂലേ? അദ്ദേഹം പറഞ്ഞു ആവശ്യമുണ്ട്. അല്ല തവാനി വലാറാഖ്, മേലാൽ നീ എന്നെ കാണരുത്, ഞാൻ നിന്നെയും കാണരുത്. അതാണ് എന്റെ ആവശ്യം. ഭരണാധികാരിയുടെ മുഖത്ത് നോക്കി, ലോക ഖലീഫയുടെ മുഖത്ത് നോക്കി. ജോർജ് ബുഷ് അല്ല. ജോർജ് ബുഷ് എന്ന് പറഞ്ഞാൽ നമ്മൾ USA എന്ന് പറയുന്ന ആ വൃത്തത്തിന്റെ അകത്ത് നിൽക്കുന്ന ആ രാജ്യത്തിന്റെ ഭരണാധികാരിയാണ്. സാമ്രാജ്യത്വ ശക്തി കൊണ്ടും അധികാര ശക്തി കൊണ്ടും കുറച്ചൊക്കെ തമ്മാടിത്തം ചെയ്യാൻ കഴിയുന്നുണ്ടെങ്കിൽ പോലും സാങ്കേതികാർത്ഥത്തിൽ അദ്ദേഹം ആ വട്ടത്തിലിരിക്കുന്ന പ്രദേശത്തിന്റെ ഭരണാധികാരിയാണ്. ഹാറൂൺ റഷീദ് അതല്ല. ഹാറൂൺ റഷീദ് ലോക ഭൂപടത്തിൽ മുസ്ലിമീങ്ങൾ എവിടെയുണ്ടോ അവിടത്തെ മുഴുവനാണ്. മുസ്ലിമീങ്ങളില്ലാത്ത രാജ്യത്തിന്റെ മേലും അള്ളാഹു അധികാരം നൽകിയാൽ ഏത് മുസ്ലിം രാജ്യത്തെയും പിടിച്ചു നിർത്തിയിട്ട് യുദ്ധം ചെയ്ത് പിടിച്ചടക്കാൻ അള്ളാഹു അധികാരം നൽകിയാൽ ആളുടെ മുമ്പിലാ ഹാജത്ത് എന്ന് പറയുമ്പോ വേണ്ട, നിന്റെ മുഖം കാണരുത്, എന്റെ മുഖം നീയും കാണരുത്. ഇതാണ് ആവശ്യം. അമീറുൽ മുഅ്മിനീൻ حدثنا أيمن بن نائل عن قدامة بن عبد الله الكلابي أنه قال. ഞാനൊരു ഹദീസ് പറയാം. ആരാ ഭ്രാന്തനായി ഹദീസ് പറഞ്ഞു കൊടുക്കണേ? ലോക ഭ്രാന്തൻ, ഉടുക്കാത്ത ഭ്രാന്തൻ, ഉളവടിയുമായി നടക്കുന്ന ഭ്രാന്തൻ, മണ്ണിൽ പുരണ്ട ഭ്രാന്തൻ. ഹദ്ദസനാ അയ്മൻ ഇബ്നു നായില. നമ്മൾ ബുഖാരി ഓതുന്നമായി അയ്മൻ ഇബ്നു നായില എന്നവർ എനിക്ക് ഇന്ന ആളിൽ നിന്നും വിവരിച്ചു തന്നു. അല്ലാഹുവിന്റെ റസൂലിന്റെ ഹജ്ജിൽ സംബന്ധിച്ച ഖുദാമത്ത് ഇബ്നു അബ്ദില്ലാ എന്നവരെ തൊട്ട് മഹാനർ പറയുന്നു, റഅയ്തു റസൂലല്ലാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം യർമി ജംറത്തുൽ അഖബ. അല്ലാഹുവിന്റെ റസൂലിനെ അവിടുന്ന് ചെയ്ത ഹജ്ജത്തുൽ വദാഇൽ അവിടുന്ന് ജംറത്തുൽ അഖബ എറിയുമ്പോൾ ഞാൻ കണ്ടിട്ടുണ്ട്. ജംറത്തുൽ അഖബ എറിയാന്ന് പറഞ്ഞാൽ തെരതെരക്കിന്റെ ഒരു സമയമാണ്. അപ്പോഴാണ് ഈ ആള് മരിച്ചലും ചവിട്ടലും പൂത്തലും തിക്കും തിരക്കും ആകെ ഹറമിൽ ഉണ്ടാവൽ എപ്പോഴാ? മീനായിൽ കല്ലെറിയുമ്പോ. ആ ജംറത്തുൽ അഖബയെ ഞാൻ എറിയുമ്പോ റസൂലുള്ളാഹിനെ ഞാൻ കണ്ടിട്ടുണ്ട്. അലാ നാഖത്തിൻ സ്വഹ്ബ, അവിടത്തെ സുന്ദരമായ സ്വഹ്ബ എന്ന ഒട്ടകത്തിന്റെ മേൽ നബി തങ്ങൾ ഇരിക്കുന്നു. എന്നിട്ട് നബി ഉപദേശങ്ങൾ നൽകുന്നു, നബി എറിയുന്നു. ആ സമയത്ത് നബി തങ്ങൾ ഒട്ടകത്തെ അടിക്കുകയോ കൊട്ടുകയോ ജനങ്ങളെ വഴിമാറ്റി നിർത്തുകയോ ഒന്നങ്ങോട്ട് ഇന്നിങ്ങോട്ട് ഒരു ശബ്ദവുമില്ല. മന്ദം സുന്ദരമായി പരലക്ഷങ്ങളിൽ ഒരുവരായി, 10,000-ങ്ങളിൽ ഒരുവരായി ലോകത്തിന്റെ മുടിചൂടാമന്നനായ അധികാരി ശഫീഉനാ റസൂലുള്ളാഹി തങ്ങൾ യാത്ര ചെയ്ത് ഹജ്ജ് നിർവഹിക്കുന്നത് ഞാൻ കണ്ടിട്ടുണ്ട്. നിങ്ങൾ ഈ 100 കൂട്ടം മനുഷ്യരടങ്ങുന്ന പരിവാര സമേതം ആളുകളെ മുഴുവൻ മാറ്റി നിർത്തി പരവതാനി വിരിച്ച റോഡിലൂടെ മാത്രം എല്ലാ വിജനപ്രദേശവും അലങ്കരിച്ചുകൊണ്ട് സുന്ദരമായി പോകുന്ന ഈ പോക്കിൽ ആരെയൊക്കെ തൂത്തുമാറ്റും അമീറുൽ മുഅ്മിനീൻ. അല്ലാഹുവിന്റെ റസൂലിന്റെ ഹദീസ് ഇതല്ലേ, എന്ത് കിട്ടും നിങ്ങൾക്ക് എന്ന് പറഞ്ഞിട്ട് അദ്ദേഹം തിരിഞ്ഞു നടക്കുകയാണ്. തിരിഞ്ഞു നടക്കുമ്പോൾ പറഞ്ഞു, ഫഉദ്ദക ഖദ് മലക്തൽ അർള തുറാ, ഫഉദ്ദക ഖദ് മലക്തൽ അർള തുറാ വദാന ലകൽ ഇബാദു ഫകാന മാദാ ألست تصير في قبر ويحوي تراثك بعد هذا ثم هذا فعدك. ഹാറൂൺ റഷീദ്, നിങ്ങളെ എണ്ണിക്കോ, വിചാരിച്ചോ. അത് മലക്തൽ അർള തുറ, ഭൂമി ആസകലം നിങ്ങളുടെ ഉടമയിലാക്കി എന്ന് തന്നെ വിചാരിച്ചോ. വലിയ അധിപൻ. അടിയങ്ങൾ മുഴുക്ക നിങ്ങൾക്ക് കീഴ്പ്പെട്ടു എന്ന് വിചാരിച്ചോ. ഫക്കാന മാതാ, അതെല്ലാം ഉണ്ടായി. എന്നിട്ടെന്ത്? അലൈസ തസീറു വലസ്ത തസീറു ഫീ ഖബ്രിൻ വയഅദി തുറാഫക ബഅദു ഹാദാ സുമ്മ ഹാദാ. നിങ്ങളൊരു പിടി മണ്ണ് വാരി ആളുകളിടുന്ന ഖബറിന്റെ അകത്തേ കടക്കപ്പെടുകയില്ലേ? അവിടേക്ക് ഹാറൂൺ റഷീദിന്റെ ഖബറിലാണെങ്കിലും 3 തുണി കഷ്ടമല്ലേ, മറ്റൊന്നില്ലല്ലോ. പൂർണ്ണമായി വ്യക്തമായ ജഡമല്ലേ, വേറൊന്നില്ലല്ലോ. ഹാറൂൺ റഷീദിന്റെ കവിളിൽ നിന്നും വസ്ത്രം മാറ്റിയിട്ട് മണ്ണോട് ചേർത്തിട്ട് വെക്കൂലേ, മറ്റൊരു രീതിയല്ലല്ലോ. അവിടെ പോകുന്ന നിങ്ങൾക്ക് ഈ കൂട്ടിയ ദുന്യാവിലെ മുഴുവൻ അംശങ്ങളും നിങ്ങൾ ഈ സംഭരിച്ച മുഴുവൻ സമ്പത്തുക്കളെയും നിങ്ങളുടെ അനന്തര സ്വത്തുക്കളെ മുഴുവൻ കണ്ടവന്മാർ ഇവനും അവനും, കണ്ട ഇവനും അവനും കൊണ്ടുപോകൂലേ? നിങ്ങൾക്ക് എന്ത് കിട്ടും ഹാറൂൺ?
അള്ളാന്റെ മുമ്പിക്ക് പോകണ്ടേ? ഒരൊറ്റ നടത്താ ബുഹ്ലൂൽ മജൂൻ. പിന്നെ ബുഹ്ലൂൽ ഖലീഫയെ കണ്ടിട്ടില്ല. ഒരു ഖലീഫയല്ല, നിരവധി ഖലീഫമാർ. ഈ ബുഹ്ലൂലും സഅദൂനും തമ്മിൽ സന്ധിച്ച രണ്ട് ഭ്രാന്തന്മാർ കണ്ടുമുട്ടിയ ഒരു വലിയ കഥ ചരിത്രത്തിലുണ്ട്. ഞാനത് ഉദ്ധരിക്കുന്നില്ല. സമ്പൂർണരായ ഇത്തരം ഭ്രാന്തന്മാർ അള്ളാഹുവിന്റെ ലോകത്ത് കഴിഞ്ഞു പോയിട്ടുണ്ട്. ഇത് 2-3 ആളാ. ദശക്കണക്കിന് ആളുകളെ ഇമാമുകൾ പരിചയപ്പെടുത്തുന്നുണ്ട്. മുഴുവൻ ഭ്രാന്തന്മാരിലെ ബുദ്ധിജീവികൾ. എന്റെ ഉമ്മ